പിന്നൊരു തമാശ ഞാൻ കേട്ടത് മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായിട്ട് ഇതിന് ബന്ധമില്ലേ? അത് ആ ടീച്ചർ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയില്ലേ? അയ്യോ, എനിക്ക് ഒന്നും പറയാന്ന് വൃത്തിയില്ലാത്തൊരവസ്ഥ. അത് വളരെ ബാലിശമായിട്ട് ആളുകള് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് അങ്ങനെ ആയിരിക്കും, അപ്പൊ അത് ഉദ്ദേശിച്ചാണ് ഇത് എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് അത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അങ്ങനെയാണെങ്കിൽ കഥ എടുക്കാനായിട്ട് ഒരു കഥയും ലോകത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു ജീവിതമാവുമ്പോ ഒരു ഇഷ്യൂസും അതിനെ ഓവർകം ചെയ്യുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പോ അതില്ലെങ്കിൽ ഒരു കഥയില്ലല്ലോ. ഏത് കഥ എടുത്താലും അതിൽ പ്രശ്നങ്ങളും അതിന് പ്രതിവിധികളും ഉണ്ടാവും. എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ദീപ പറയുന്നത് മഞ്ജു വാര്യർ പറയണമെന്ന് എന്തിനു വിചാരിക്കണം? അതാണ് ഇപ്പൊ എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചു പേരേ ഉള്ളൂ അങ്ങനെ വളരെ ഇമ്മച്യൂർ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ. ഒരുപാട് പേര് അത് അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കുന്ന പക്വതയുള്ള ആൾക്കാരും ഉണ്ട്. ഒരു വ്യക്തിയെ നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇത് മഞ്ജു സ്വന്തം ജീവിതത്തിൽ പറയുന്ന അങ്ങനെ ഡയലോഗ് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഒരാഴ്ച പൊന്തി വന്ന അഭിപ്രായങ്ങളാണ്. ഇപ്പൊ അതൊന്നുമില്ല, നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള തമാശകൾ തന്നെ ഉള്ളത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ ഗ്യാപ്പാണ് 10-16 കൊല്ലം എന്ന് പറയുന്നത്. പക്ഷെ എനിക്കതൊരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. മഞ്ജു ഒരു ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്നൊന്നും ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മഞ്ജുവിന്റെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ് മഞ്ജു അഭിനയം നിർത്തിയത് അല്ലേ? ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എല്ലാരും ചോദിക്കാറുണ്ടോ അഭിനയിക്കാതിരിക്കുമ്പോ വല്ലാത്ത സങ്കടം? ഒന്നുമില്ല, ഞാൻ അങ്ങേറ്റം സന്തോഷം ഇരുന്നത്. അല്ലാണ്ട് വീർപ്പ് മുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ, പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും. ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടുണ്ടാവുള്ളൂ. കാര്യം മഞ്ജുവിന്റെ അമ്മ പറയാറുണ്ട് ഡാൻസ് ചെയ്യാൻ അഭിനയിക്കാൻ ഒക്കെ മടിയാണ്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ മടിയാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ എന്താ പറയാ, അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്യണു എന്നുള്ളൊരു. ഇപ്പൊ പക്ഷെ എല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും കിട്ടാൻ ഉള്ള അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.